എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്നത്തെ നമ്മുടെ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. ശരിക്കും ഈ വിഷയം ആര് ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസാക്ഷി മരിച്ചിട്ടില്ലാത്ത ആർക്കും ഈ വിഷയം ശ്രദ്ധിക്കാം. ഏറ്റവും കൂടുതൽ ഈ വിഷയം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കൂട്ടരെന്ന് പറയുന്നത് പ്രവാസികളാണ്. കാരണം നിങ്ങളാണ് ഏറ്റവും അധികം ചാരിറ്റിക്ക് വേണ്ടി പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന ആളുകൾ. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഓരോ വീഡിയോകൾ കണ്ടിട്ട് സുഖമില്ലാത്ത അച്ഛനെ വെച്ച് മകൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഭർത്താവിനെ വെച്ച് ഭാര്യ സംസാരിക്കുന്നത്, മകനെ വെച്ച് അമ്മ സംസാരിക്കുന്നത്, ഇവരെല്ലാം കരഞ്ഞുകൊണ്ടും കുറേ ബീജമൊക്കെ കയറ്റിക്കൊണ്ട് വരുന്ന വീഡിയോകൾ നിങ്ങളെല്ലാവരും കണ്ടിട്ട് നിങ്ങൾ ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കുന്ന കാശ് മാറ്റി വെച്ചിട്ട് ആ കാശെടുത്ത് ഇവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ചിലപ്പോൾ 100 രൂപയായിരിക്കാം, ചിലപ്പോൾ 500 രൂപയായിരിക്കാം, ചിലപ്പോൾ 1000 രൂപയായിരിക്കാം, 10,000 രൂപയായിരിക്കാം. ഇത് പൂർണ്ണമായിട്ട് ഇവരുടെ കൈകളിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ള പോലും നിങ്ങൾ അന്വേഷിക്കാറില്ല, നിങ്ങൾ അറിയത്തില്ല. അവരുടെ അക്കൗണ്ടിലല്ലേ, അവരുടെ അക്കൗണ്ട് നമ്പറല്ലേ തരുന്നത് എന്ന് കരുതി നിങ്ങൾ അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കും. പക്ഷേ ഇതിൻ്റെ പുറകിൽ നടക്കുന്ന വൻ ചതിയുടെ കഥ, അതാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ചിലപ്പോൾ കുറച്ച് ലെങ്ത് ആവും, കാരണം 1-2 ഓഡിയോ ക്ലിപ്പുകളൊക്കെ കേൾപ്പിക്കാനുണ്ട്. ആ ലെങ്ത് എത്ര ഉണ്ടെങ്കിലും നിങ്ങളത് പൂർണ്ണമായിട്ടും കേൾക്കണമെന്ന് ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. കംപ്ലീറ്റ് വീഡിയോ കാണുക, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഷെയർ ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കുക. കാര്യം ഒരുപാട് പേരുടെ കാശ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാതെ ആ കാശെടുത്ത് വെച്ചിട്ട് പാവങ്ങളെ സഹായിക്കാനെന്ന് പറഞ്ഞിട്ട് മാറ്റിവെക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇന്നലെ ഞാനൊരു പോസ്റ്റ് കണ്ടു. ഒരു മകന് വേണ്ടി അമ്മയുടെ യാചന കേട്ടിട്ട് അദ്ദേഹം ഒരു നേരത്തെ ആഹാരം, ജോലി അവിടെ ആയിട്ടില്ല, ഒരു നേരം ഭക്ഷണം കഴിക്കാതെ ആ കാശെടുത്തിട്ട് ഈ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ഇങ്ങനെ എത്രയോ ആൾക്കാർ ചെയ്യാറുണ്ട്. ഈ ഓൺലൈൻ ചാരിറ്റി എന്ന കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പേരുകളെന്ന് പറയുന്നത്, ഒന്ന് ഫിറോസ് കുന്നുമറമ്പിലായിരിക്കും, 2 സുശാന്ത് നിലമ്പൂർ. അതിലിപ്പോൾ സുശാന്ത് ഒരു കുട്ടിക്ക് വേണ്ടി, ഹാർട്ടിന് പ്രോബ്ലം ഉള്ള ഒരു കുട്ടിക്ക് വേണ്ടി വീഡിയോകൾ ചെയ്തു. ഈ വീഡിയോകൾ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടിയുടെ അമ്മയുടെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ അച്ഛൻ്റെ അക്കൗണ്ടിൽ, ഒരാളുടെ അക്കൗണ്ട് നമ്പർ കൊടുത്തിരുന്നത്, അവരുടെ അക്കൗണ്ടിലേക്ക് 14 ലക്ഷം രൂപ വന്നു. ഇതിൽ 4 ലക്ഷം രൂപയോളം വീഡിയോ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് സുശാന്ത് വാങ്ങിച്ചു പലപ്പോഴായിട്ട്. ഈ ബൂസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ വേണ്ടി. ഇവർക്ക് വന്ന എമൗണ്ട് 14 ലക്ഷം രൂപ അടുപ്പിച്ചാണെന്ന് പറയുന്നുണ്ട്. ഇതിൽ 4 ലക്ഷം രൂപ പോയിട്ട് പിന്നെ 10 ലക്ഷം രൂപയാണ് ഇവരുടെ കയ്യിലുള്ളത്. അതിൽ 3 ലക്ഷം രൂപ മറ്റൊരു രോഗിക്കെന്നും പറഞ്ഞിട്ട് ഈ മോൻ്റെ സർജറിക്ക് മുൻപ് തന്നെ സുശാന്ത് വാങ്ങിച്ചു എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കുക. അപ്പോൾ ഇതിൻ്റെ പുറകിൽ വമ്പൻ മാഫിയ തന്നെ ഉള്ളത്, വമ്പൻ തട്ടിപ്പാണ് നടക്കുന്നത്. നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം. ഈ കുട്ടിയുടെ അമ്മ, ഈ മകൻ്റെ അമ്മ, മുഷ്താഖ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹമാണ് ഈ വിഷയം പുറത്തേക്ക് കൊണ്ടുവരുന്നത്. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് നോക്കിയപ്പോഴാണ് ഇത് കാണുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ഈ വിഷയം മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് ഈ മോൻ്റെ അമ്മ സംസാരിക്കുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാൻ എൻ്റെ കുട്ടിക്ക് ഇതേപോലെ ആർട്ടിനാണ് പ്രശ്നം. അവന് ആർട്ടിന് അറകളില്ല. ഇതുവരെ ഇപ്പൊ ഏകദേശം ഒരു 5 സർജറിയോളം കഴിഞ്ഞു. ആർട്ടിന് ഒരു ഭാഗത്തോട്ടായിട്ടാണ് ആർട്ട്, 4 അറകളിൽ ഒറ്റ അറയായിട്ട് ഒരു ഭാഗത്തോട്ടാണ് ആർട്ട് ഉള്ളത്. അപ്പോ അവന് സർജറി കഴിഞ്ഞു ഇതേപോലെ ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോ സർജറി ഏകദേശം 4 സർജറിയോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പല്ലിന്റെ ഒരു പ്രശ്നം കൂടെ വരുന്നുണ്ട് ഇതില്. ഈ പല്ല് ചെറുപ്പം മുതലേ മരുന്ന് 4 സർജറി ആർട്ടിന് 4 സർജറി ഓൾറെഡി കഴിഞ്ഞു. അപ്പോ ചെറുപ്പം മുതൽ ഫണ്ട് ഞങ്ങൾ ഇതേപോലെ തന്നെ സുശാന്ത് നിലമ്പൂര് ഞങ്ങള് വീട്ടിൽ വന്നിട്ട് ഞങ്ങള് വീഡിയോ ഇട്ടു. ഒരു പ്രാവശ്യം വീട്ടിൽ വന്ന് വീഡിയോ ചെയ്തു. പിന്നെ ഉള്ളത് ഞങ്ങൾ തന്നെ സ്വയം വീഡിയോ എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ വീഡിയോ ഇട്ടതിന് ശേഷം നമുക്ക് ഫണ്ട് കിട്ടിയത്. ഞങ്ങള് ആദ്യം ഒരു 2022 സർജറിക്ക് വേണ്ടിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് 5,20,000 രൂപകൾ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അന്ന് ഏകദേശം 4 ലക്ഷം 3.5 ലക്ഷം രൂപന്റെ ഉള്ളില് ബില്ലായി. 2022 വീഡിയോ ചെയ്തത് സുശാന്താണോ? അതെ 2022 വീഡിയോ ചെയ്തത് സുശാന്ത് നിലമ്പൂർ തന്നെയാണ്. അന്നാണ് ഞങ്ങൾ 5,20,000 രൂപയോളം കിട്ടിയിട്ടുണ്ട് അന്ന് ഞങ്ങളെ കയ്യില്. അന്ന് ഏകദേശം 3.5 ലക്ഷം രൂപയാണ് ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ സർജറിക്ക്. അങ്ങനെ ആ സർജറി കഴിഞ്ഞു. 1 വർഷത്തിന്റെ ഉള്ളില് വീണ്ടും സർജറി ചെയ്യണമെന്ന് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2024 മെയ് മാസത്തിൽ വീണ്ടും സർജറി ചെയ്തു. വീണ്ടും സുശാന്ത് നിലമ്പൂർ തന്നെ വന്നിട്ട് വീണ്ടും വീഡിയോ ചെയ്യാണ് ചെയ്തത്. അവരെന്നെ അന്ന് ഏകദേശം 10 ലക്ഷം രൂപയോളം കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഏകദേശം അന്ന് 4 ലക്ഷം രൂപ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 10 ലക്ഷം രൂപ ആയപ്പോ ഞങ്ങൾ തന്നെ അത് നിർത്തുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് എമൗണ്ട് ആയിരുന്നു, ഇനി ആരും സഹായിക്കണ്ട പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങള് കമന്റ് ചെയ്തു. അങ്ങനെ അത് നിർത്തുക ചെയ്തത്. പിന്നെ 2024 മെയ്യില് ചെയ്തു. പിന്നെ അന്ന് നമുക്ക് ഒരു അബദ്ധം പറ്റി ചെയ്തു. ഞങ്ങള് ഒരു സർജറിക്ക് വേണ്ട എമൗണ്ട് ആയിരുന്നു ഈ 4 ലക്ഷം രൂപ. പക്ഷെ ഇവന് പ്രഷർ കയറി പ്രൊസീജിയർ വീട് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഏകദേശം ഞങ്ങൾക്ക് 11 ലക്ഷം രൂപയോളം ഹോസ്പിറ്റലിൽ തന്നെ ബില്ലായി. അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ടായി. 4 ലക്ഷം രൂപ വേണ്ട സാഹചര്യത്തിൽ
10 ലക്ഷം കിട്ടിയിട്ടും കിട്ടി. വേറെ പ്രശ്നം വന്നപ്പോ വീണ്ടും എന്തായി? വീണ്ടും 11 ലക്ഷം രൂപയോളം അടച്ചു. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾക്ക് ഏകദേശം 4 ലക്ഷം രൂപയല്ലേ ആവശ്യമുള്ളൂ. അപ്പൊ 10 ലക്ഷം രൂപ കയ്യിലാവുകയും ചെയ്തു. അപ്പൊ പിന്നെ സുശാന്ത് നിലമ്പൂർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ അധികം വന്നു കഴിഞ്ഞാൽ വേറൊരു കുട്ടിക്ക് ഈ ബാലൻസ് തുക കൊടുക്കണം എന്നുള്ളത്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, അതിന് 3 ലക്ഷം രൂപ സർജറി, എന്റെ കുട്ടിന്റെ സർജറി ആവുന്നതിന് മുമ്പ് തന്നെ വേറൊരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഈ 3 ലക്ഷം രൂപ സുശാന്തിന് അങ്ങനെ ചെക്ക് എഴുതി കൊടുക്കുകയാണ് ചെയ്തത്. ഇത്രയും കേട്ടല്ലോ. ഇതിനകത്ത് സുശാന്ത് പറഞ്ഞത് ഇവരുടെ കുട്ടിക്ക് സർജറിക്ക് മുൻപ് തന്നെ കൂടുതൽ ക്യാഷ് വരുവാണെങ്കിൽ, ഇപ്പൊ ഇവർക്ക് വേണ്ട 4 ലക്ഷം രൂപയാണ്, ഇതിൽ കൂടുതൽ ക്യാഷ് വരുവാണെങ്കിൽ ആ എമൗണ്ടിൽ നിന്ന് മറ്റ് ആളുകളെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇവർ ചെയ്യാമെന്ന് പറഞ്ഞു. കാരണം നമുക്ക് ആവശ്യമുള്ള കാശായി കഴിഞ്ഞാൽ ബാക്കി എമൗണ്ട് മറ്റ് പാവങ്ങളെ സഹായിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഇവരത് സമ്മതിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടിയുടെ സർജറിക്ക് ആവശ്യമെന്ന് പറഞ്ഞത് 4 ലക്ഷം രൂപയായിരുന്നു. 10 ലക്ഷം രൂപ വന്നപ്പോഴേക്കും ഇവർ ആ ഫണ്ട് സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ 10 ലക്ഷം അല്ല 14 ലക്ഷം രൂപ വന്നു. വരുന്ന എമൗണ്ട് ഡെയിലി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗൂഗിൾ പേ വഴി. അങ്ങനെ 4 ലക്ഷം രൂപയോളം കൊടുത്തു എന്നാണ് പറയുന്നത്. 10 ലക്ഷം രൂപ ഇവരുടെ അക്കൗണ്ടിലുണ്ട്, 4 ലക്ഷം രൂപയോളം സുശാന്ത് വാങ്ങിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടും ഇവരുടെ കയ്യിലുള്ള 10 ലക്ഷം രൂപയിൽ നിന്ന് 3 ലക്ഷം രൂപ വേറൊരു കുട്ടിക്ക് എന്ന് പറഞ്ഞിട്ട് സുശാന്ത് വാങ്ങിച്ചുകൊണ്ട് പോയി. ഓക്കെ, ഇവർ ചെക്ക് എഴുതി കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് പോയി. ഇതിൽ കോമഡി എന്താ വെച്ചാൽ ആ കുട്ടിക്ക് ആ കാശ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ഇനി കേൾക്കാൻ പോകുന്നത്. കേൾക്കാം. പക്ഷേ പിന്നെ 10 ലക്ഷം രൂപ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് കിട്ടുകയും നിങ്ങൾക്ക് ആവശ്യമുള്ളത് 4 ലക്ഷം രൂപ ആയതുകൊണ്ട് 3 ലക്ഷം രൂപ വേറൊരു കുട്ടിക്ക് കൊടുക്കാൻ സുശാന്ത് നിലമ്പൂർ എന്താക്കി നിങ്ങളോട് വാങ്ങി കൊടുത്തു. അതെ, ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങൾ പറഞ്ഞതായിരുന്നു, അധികം വന്ന് നമ്മൾ വേറെ കുട്ടിക്കും കൂടെ, എന്റെ കുട്ടി കാരണം വേറെ കുട്ടിക്കും കൂടെ സഹായമാവുകയാണെങ്കിൽ അതൊരു കാര്യമല്ലേ വിചാരിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ 3 ലക്ഷം രൂപ കൊടുത്തു. കാരണം നമ്മളെ കയ്യിൽ 7 ലക്ഷം രൂപ ഉണ്ടല്ലോ. നമുക്ക് ഹോസ്പിറ്റലിൽ 4 ലക്ഷം രൂപയെ ആവശ്യമുള്ളൂ. എന്നാലും 7 ലക്ഷം രൂപ. 3 ലക്ഷം രൂപയോളം ചികിത്സക്ക് അധികമുണ്ടെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ അതെ കൊടുത്തു. അപ്പൊ ആ ആത്മവിശ്വാസം കയ്യിലുണ്ടാകുന്നോട് കൊടുത്തു. പക്ഷെ ഇവന് സർജറി മെയിൻ സർജറി കഴിഞ്ഞിട്ട് വീണ്ടും ICU-ന്ന് വേറൊരു ICU-ലോട്ട് മാറ്റി. അപ്പൊ ഈ സിസ്റ്റർമാരുടെ ഭാഗത്തുനിന്ന് വന്നൊരു വീഴ്ച കൊണ്ടാണ് നമ്മൾ വീണ്ടും സർജറി വീണ്ടും ചെയ്യേണ്ടി വന്നത്. അങ്ങനെ വീണ്ടും ചെയ്യേണ്ടി വന്ന് 10 ദിവസത്തോളം അവന് വെന്റിലേറ്ററിൽ മാത്രമായിട്ട് കിടന്നിട്ടുണ്ട്. 10 ദിവസത്തോളം അമൃത ഹോസ്പിറ്റലിൽ വീണ്ടും സർജറി ചെയ്തിട്ടുണ്ട്. അപ്പോ ഏകദേശം ഈ 4 ലക്ഷം രൂപ എന്നുള്ളത് 11 ലക്ഷം രൂപന്റെ മുകളിലായി. നമ്മളെ കയ്യിൽ അപ്പോഴും 7 ലക്ഷം രൂപയേ ഉള്ളൂ. 4 ലക്ഷം രൂപ നിങ്ങൾക്ക് ബാധ്യതയായി. ഞങ്ങള് ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളതൊരു ലോൺ എടുത്തിട്ടാണ് ഞങ്ങൾ ആ എമൗണ്ട് തീർത്തിട്ടുള്ളത്. ഞങ്ങള് ഫെഡറൽ ബാങ്കിൽ ഞങ്ങളെ പ്ലാമന്തോൾ ശാഖയിൽ നിന്ന് 5 ലക്ഷം രൂപ ലോൺ എടുത്തു. ആ ലോൺ എടുത്തിട്ടാണ് ഞങ്ങള് അടച്ചുകൊണ്ടിരിക്കുകയാണ്. മാസം ആ 4 ലക്ഷം രൂപന്റെ ലോൺ ഞങ്ങൾ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ, പക്ഷെ നമ്മളങ്ങനെ വിചാരിച്ചതില്ല. നമുക്ക് 4 ലക്ഷം രൂപയല്ലേ ആവശ്യമുള്ളൂ. അപ്പൊ 7 ലക്ഷം രൂപ നമ്മളെ കയ്യിൽ ഉണ്ട്. അപ്പൊ പിന്നെ അതേ ഞങ്ങൾ അങ്ങനെ ചെയ്തത്, അത് അബദ്ധമായി പോയി. അതെ, പിന്നെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയും കൂടെ ഉണ്ട്. ആ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സുശാന്ത് നിലമ്പൂരിന് അങ്ങോട്ട് എമൗണ്ട് കൊടുത്തിട്ടാണ് നമ്മളത് ബൂസ്റ്റ് ചെയ്യിച്ചത്. അത് നമ്മള് ഈ വീഡിയോയില് വരുന്നതിനനുസരിച്ചിട്ട് നമ്മളെ അക്കൗണ്ടിലോട്ട് വരുന്നതിനനുസരിച്ചിട്ട് നമ്മള് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് അവർക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് ഏകദേശം ഒരു 4 ലക്ഷം രൂപന്റെ മുകളിൽ നമ്മൾ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം കൊടുത്തിട്ടുണ്ട്. അത് ഒരു 4 ലക്ഷം രൂപന്റെ മുകളിൽ നമ്മൾ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്, ബൂസ്റ്റിന് മാത്രം. അപ്പൊ നമുക്ക് ഏകദേശം നിങ്ങൾക്ക് വന്ന തുക 10 ലക്ഷം നിങ്ങൾ പറഞ്ഞേ. അതെ, 10 ലക്ഷം രൂപയാണ്. 7 ലക്ഷം ബാക്കിയുണ്ട്. അപ്പൊ പിന്നെ ഈ 4 ലക്ഷത്തിന് കണക്ക് എവിടുന്ന് വരുന്നത്? ഏത് ബൂസ്റ്റിങ്ങിന്റെ 4 ലക്ഷോ? അത് നമ്മള് ഈ അക്കൗണ്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മള് അതായത് നിങ്ങളെ വീഡിയോയില് പൈസ വന്നുകൊണ്ടിരിക്കെ ഓരോ ദിവസവും ബൂസ്റ്റിങ്ങിന് പറഞ്ഞിട്ട് നിങ്ങളൊരു തുക കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ മെയ് മാസം ഏപ്രിൽ മാസത്തിലാണ് ഇത് ഇട്ടിട്ടുള്ളത് ഫസ്റ്റ് വീഡിയോ. ആ ഏപ്രിൽ മാസം മുതല് ഓരോ ദിവസവും പിന്നെ ഫേസ്ബുക്കിനും ഇൻസ്റ്റയ്ക്കും വേറെ ബൂസ്റ്റിങ്ങിന് കാശ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോ ദിവസവും നമ്മള് 11,800 രൂപ വെച്ചിട്ടാണ് അവർക്ക് വിട്ടുകൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മളെ അക്കൗണ്ടിലോട്ട് വരുന്ന ബാലൻസ് ഈ 11,800 പോയി കഴിഞ്ഞാല് പിന്നെ ബാലൻസ് വരുന്ന തുകയാണ് ബാലൻസ് ഉണ്ടാവുക. ഫേസ്ബുക്കിന് 11,800 രൂപ, ഇൻസ്റ്റഗ്രാമിൽ 11,800 രൂപ എന്നാണ് പറയുന്നത്. ഏകദേശം 23,600 രൂപയോളം ഒരു ദിവസം സുശാന്തിന് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഇവർ പറഞ്ഞ പ്രകാരമാണെങ്കിൽ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ,
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാവങ്ങളായിട്ടുള്ള പ്രവാസികളും അതില്ലെങ്കിൽ മനസാക്ഷിയുള്ള ആളുകളും ഇത്തരം വീഡിയോകൾ കണ്ടിട്ട് അവരുടെ ഉള്ള വരുമാനത്തിൽ നിന്ന് നുള്ളിപ്പിടിച്ച് 100ഉം 500ഉം 1000 ഒക്കെ ആയിട്ട് ഇവരുടെയൊക്കെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കും. അതിനെ ഇങ്ങനെയുള്ളവന്മാർ ഒരു സൈഡിൽ കൂടി വലിച്ചുകൊണ്ട് പോകും. എന്നിട്ട് ഫേസ്ബുക്കിൽ ബൂസ്റ്റ് ചെയ്യാൻ 4 ലക്ഷം രൂപയുടെ ബൂസ്റ്റിങ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിന് സുശാന്ത് ഒരു എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്, നമുക്കത് കേൾക്കാം. അതൊക്കെ പറയുന്നത് ഭയങ്കര കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര കോമഡിയാണ്. ഇതിന്റെ ബാക്കി ഒന്ന് കേൾക്കാം. അതായത് എനിക്ക് മനസ്സിലായി. അതായത് അങ്ങനെ ബൂസ്റ്റിങ്ങിന്റെ പൈസ അവർ ഓരോ ദിവസവും എടുക്കും. ആ പൈസ കണക്കിൽപ്പെടുത്താണ്ടാണ് നിങ്ങൾക്ക് ലാസ്റ്റ് 10 ലക്ഷം. അതെ അതെ, അങ്ങനെ തന്നെയാണ്. അതിൽ കണക്കിൽപ്പെടുത്താൻ അപ്പൊ നിങ്ങൾക്ക് 10 ലക്ഷമല്ലോ ടോട്ടലി പിരിവ് വഴി വന്നത്. പൈസ എടുക്കും അങ്ങനെ വന്ന പൈസ അങ്ങനെ ആവില്ല. 10 ലക്ഷം ആവില്ല. അപ്പൊ 15 ലക്ഷം രൂപയോളം വന്നിട്ടുണ്ടാവും. നമ്മള് അവർക്ക് ബൂസ്റ്റ് ചെയ്ത് കൊടുത്തതിന്റെ ബാലൻസ് തുകയാണ് നമ്മളെ കയ്യിൽ 10 ലക്ഷം രൂപ ഉള്ളത്. അത് ശരി. അപ്പൊ ടോട്ടലി ഈ 2024 നിങ്ങളിപ്പോ പറഞ്ഞ മെയ് ഏപ്രിൽ 20-ാം തീയതി ആയിരുന്നു സർജറി കാരണം. അപ്പൊ ഏപ്രിൽ മാസത്തിലാണ് അത് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാൽ ഈ ടോട്ടലി നിങ്ങളുടെ വീഡിയോ പുറത്ത് വിട്ടതിന്റെ അടിസ്ഥാനത്തിൽ ടോട്ടലി വന്ന പൈസ ഏകദേശം 14-15 ലക്ഷം രൂപ ഉണ്ടാവും. ഏകദേശം 15 ലക്ഷം രൂപയോളം ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് ഓരോ ദിവസവും ഈ ബൂസ്റ്റിങ്ങിന് നോക്കിയാൽ ഇപ്പൊ 11,800. അത് ഫേസ്ബുക്കിൽ മാത്രം 11,800 രൂപ ഫേസ്ബുക്കിന് വേണ്ടി മാത്രം ഒരു ദിവസം വാങ്ങി. അതെ, ഇൻസ്റ്റയിലും അതേപോലെ തന്നെ 11,800. അപ്പൊ ഒരു ദിവസം 24 സംതിങ് നമ്മൾ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം കൊടുത്തിട്ടുണ്ട്. 11,800 പറയുമ്പോ 22 23,400 ഇല്ലേ? അതെ, 23,600. അതെ, 23,600 വരെ. അതെ, ഒരു ദിവസം ബൂസ്റ്റിങ്ങിന് ഇൻസ്റ്റാഗ്രാമിന് വേറെ ഫേസ്ബുക്കിന് വേറെ 23,11,800 23,600 അതെ അതെ. ഈ പൈസ വാങ്ങിയിട്ടുണ്ട്. അതെ, അതവര് വാങ്ങിയിട്ടുണ്ട്. എങ്കിലേ ഉള്ളൂ കൂടുതൽ ആളുകളിലും പിന്നെ ഈ ഗൾഫ് ഭാഗത്തുള്ളവർക്കൊക്കെ ഇത് നമ്മളെ വീഡിയോ എത്താൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. നമുക്ക് പിന്നെ കൂടുതൽ ഇതിനെ നിങ്ങൾ കൊടുത്ത പൈസ എത്ര നിങ്ങൾ കൂട്ടി നോക്കില്ല? പിന്നെ കുറെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അത് കൂട്ടി നോക്കിയത്. അപ്പൊ ഏകദേശം ഒരു 4 ലക്ഷം രൂപയോളം ഉണ്ട്. റഹ്മാനെ, 4 ലക്ഷം രൂപ ബൂസ്റ്റിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് നിങ്ങൾ തെളിവോ മറ്റു കയ്യിലുണ്ടോ? തെളിവ് ഉണ്ടോ ചോദിച്ചാൽ നമ്മള് ഗൂഗിൾ പേ വഴിയാണല്ലോ അത് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഗൂഗിൾ പേയിൽ അതിന്റെ സുശാന്ത് നിലമ്പൂരിന്റെ അക്കൗണ്ടിലോട്ടാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിന്റെ സ്ക്രീൻഷോട്ടോ കാര്യങ്ങളോ PDF ഉണ്ടാവോ? സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഉണ്ട്. നമ്മള് ഗൂഗിൾ പേര് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം കിട്ടുമല്ലോ. എല്ലാം എനിക്ക് വാട്സപ്പ് ചെയ്യുന്നുണ്ട്. ബുദ്ധിമുട്ടുണ്ടോ? അതിപ്പോ ഞാന് ആലോചിച്ച് നോക്കിട്ട് ചെയ്യാം. നിങ്ങൾ ബന്ധപ്പെടാനുള്ള കാരണം എന്ന് വെച്ചാല് ഞാനിപ്പോ കുറച്ച് നാളെ ഈ ചാരിറ്റിക്കാർക്കിടയിലുള്ള ചെയ്യുന്ന സുധ. അപ്പൊ ഇതാണ് സംഭവം. സുശാന്ത് 4 ലക്ഷം രൂപയോളം ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. എന്തിനു വേണ്ടിയാ? ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി. അത് കൂടാതെ 3 ലക്ഷം രൂപ വേറൊരു കുട്ടിയുടെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞ് 3 ലക്ഷം രൂപ വാങ്ങിച്ചു. ഈ 3 ലക്ഷം രൂപയുടെ കാര്യമാണ് കോമഡി എന്ന് പറഞ്ഞത്. കാരണം ഈ 3 ലക്ഷം രൂപ ആ കുട്ടിയുടെ പാരൻസിന്റെ കയ്യിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ആ ചെക്ക് സുശാന്ത് അവർക്ക് കൊടുക്കുന്നത് പോലെ കാണിച്ചിട്ട് സുശാന്ത് ആ ചെക്ക് കൊടുത്തിട്ടില്ലെന്നാണ് പറയുന്നത്. അതും ഈ ഓഡിയോക്കകത്ത് അവർ പറയുന്നുണ്ട്. ഞാൻ ആ ഓഡിയോ വേണമെങ്കിൽ ഫുള്ള് കേൾപ്പിക്കാം. ഒരുപാട് സമയം ഡ്യൂറേഷൻ എടുക്കുന്നതുകൊണ്ട് ഞാൻ ആ ഓഡിയോ കേൾപ്പിക്കാൻ മടിക്കുന്നത്. പക്ഷെ കേൾക്കണം, നിങ്ങൾ കേൾക്കണം എന്താണ് ഇതിനകത്ത് പറയുന്നുള്ളത്. ഇപ്പൊ ഇതിലെടുക്കൂ. പിന്നെ ഞാൻ ചെയ്തൊരു വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല. നിങ്ങൾ തന്നെ പേജ് ഫോളോ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു 2 കുട്ടിയെ കൊണ്ടിട്ട് ഒരു വീഡിയോ ചെയ്യുന്നു. ചെയ്ത വീഡിയോക്ക് കണക്കില്ലാത്ത പൈസ വരുന്നു. ആ കിഡ്നി മാറ്റി വെച്ച കുട്ടികളാണേ. ആ കുട്ടികൾക്ക് ഇത്തിരി പൈസ ആവശ്യമുണ്ടോ എന്നുള്ള സംശയം വരികയാണ്. ഞാൻ കുറച്ച് മാസങ്ങളായി ഇയാളെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട്. അങ്ങനെ ആ വിഷയത്തെ കുറിച്ച് കണ്ടപ്പോഴാണ് എന്താക്കിയത്, ഈ വിഷയത്തെ കുറിച്ച് ഒന്ന് പ്രതികരിച്ചു തുടങ്ങിയപ്പോൾ കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിരുന്നു. കുറെ ആൾക്കാർ ആ സമയത്ത് കുറെ വിഷയത്തെ കുറിച്ച് പേഴ്സണൽ അറിയിച്ചിരുന്നു. നിങ്ങളൊരു വീഡിയോ എനിക്കൊരാൾ അയച്ചിരുന്നു. അങ്ങനെയാണ് നിങ്ങളുടെ നമ്പറിലേക്ക് ഇപ്പൊ വിളിക്കുന്നത്. അപ്പൊ ഇവിടെ വലിയ തട്ടിപ്പ് തിരിമറികളും എന്തൊക്കെയോ ഒരു ഗൂഢാലോചനകളും എന്തൊക്കെയോ കളികളും നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പറ്റിക്കപ്പെട്ടതാണോ അല്ലയോ എന്നുള്ളത് നിങ്ങളാണ് ആദ്യം പുനഃപരിശോധിക്കേണ്ടത്. അതെ, എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ എന്റെ ബാലൻസ് തുക 3 ലക്ഷം രൂപ വേറെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് കൊടുത്തെന്നുള്ളത് സുശാന്ത് നിലമ്പൂർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് കൊടുക്കണ ഒരു ഫോട്ടോയും ഞങ്ങളെ കയ്യിൽ വിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സ്ത്രീക്ക് അടുത്ത് അവരടുത്ത് ഞാൻ സംസാരിച്ചപ്പോഴാണ് കാര്യങ്ങൾ കൂടുതലായിട്ട് വ്യക്തമായത്. അപ്പൊ മനസ്സിലായില്ല. എന്റെ കുഞ്ഞിന്റെ 3 ലക്ഷം രൂപ ബാലൻസ് ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. 3 ലക്ഷം രൂപ അധികം വന്നത് വേറെ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ കുട്ടിക്ക് കൊടുക്കാനാണ് എന്നുള്ളത്. അപ്പൊ ആ കുട്ടിക്ക് കൊടുത്തു എന്നുള്ള രീതിയിൽ അവര് എനിക്കൊരു ഫോട്ടോയും വിട്ട് തന്നിട്ടുണ്ടായിരുന്നു.
അപ്പോ ഞാൻ എന്ത് ചെയ്തു, എന്റെ കുഞ്ഞിന്റെ ബാലൻസ് തുകയാണല്ലോ ഇപ്പൊ ആ കുട്ടിക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ കുട്ടിന്റെ വിവരം നിങ്ങൾ എന്തായി എന്നുള്ളത് ഞാൻ സംസാരിക്കാൻ വേണ്ടിട്ട് അവർക്ക് വിളിച്ചു. അവർക്ക് ആ കുട്ടിന്റെ ആ പേഷ്യന്റിന്റെ അമ്മയ്ക്കാണ് ഞാൻ വിളിച്ചത്. അപ്പോ അവര് പറഞ്ഞത് കേട്ടപ്പോ അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇവര് ആ കാശ് അവർക്ക് കൊടുത്തിട്ടില്ല, അവരെത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോഴാണ് ഞാൻ ആദ്യം ഞെട്ടിപ്പോയത്. കാരണം ഞാൻ അത്രയും ആത്മാർത്ഥമായിട്ടാണ് അവർക്ക് അത് കൊടുത്തത്. അപ്പൊ അവർക്ക് അത് എത്തിയിട്ടില്ല, അവരുടെ കയ്യിൽ അത് എത്തിയിട്ടില്ല എന്നുള്ളത് അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് ഞാൻ ആകെ ഷോക്കായത്. കാരണം നമ്മളിങ്ങനെ ഒരു ആത്മാർത്ഥമായിട്ട് കൊടുത്തതാണല്ലോ അവർക്ക്. ഇവരുടെ അക്കൗണ്ടിൽ വന്ന് 14 ലക്ഷം രൂപയ്ക്ക് മേളിൽ വന്നു. എമൗണ്ട് ഓരോ ദിവസം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇടുന്ന കാശ്, ഈ വരുന്ന എമൗണ്ട് എത്രയാണെന്നുള്ള കണക്ക് അവർക്കില്ല. അവർ ആ വരുന്ന എമൗണ്ടിൽ നിന്ന് 11,800 പ്ലസ് 11,800 23,600 രൂപ സുശാന്തിന്റെ അക്കൗണ്ടിലേക്ക് ദിവസവും കൊടുത്തുകൊണ്ടിരുന്നു ബൂസ്റ്റിങ്ങിന് വേണ്ടി. ആ വേർഡ് പ്രത്യേകം ശ്രദ്ധിച്ചോണം, ബൂസ്റ്റിങ്ങിന് വേണ്ടി കൊടുത്തുകൊണ്ടിരുന്നു. അതിനുശേഷം 10 ലക്ഷം രൂപയോളം അക്കൗണ്ടിൽ ബാലൻസ് വന്നപ്പോൾ ഇവർ ആ എമൗണ്ട് മതി, ഇനി ആരും ക്യാഷ് ഇടണ്ടെന്ന് കമന്റ് ചെയ്തു. അതിനുശേഷം ആ സംഭവം അവിടെ നിന്നു. ഈ 10 ലക്ഷം രൂപയിൽ നിന്ന് 3 ലക്ഷം രൂപ സുശാന്ത് വേറൊരു കുട്ടിയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് പോയി, ചെക്ക് എഴുതി വാങ്ങിച്ചുകൊണ്ട് പോയി. ഈ ചെക്ക് ആ കുട്ടിയുടെ പാരൻസിന് കൊടുക്കുന്നതായിട്ട് ഒരു ഫോട്ടോ എടുത്തു, കൊടുക്കുന്നതായിട്ട് കാണിച്ചിട്ട് ആ ഫോട്ടോ എടുത്തതിന് ശേഷം ആ ഫോട്ടോ ഇവരെ കാണിച്ചു. പക്ഷെ ആ ചെക്ക് അവിടെ കൊടുത്തിട്ടില്ല. ഇത് ഇവരെപ്പോഴാണ് അറിയുന്നത്? ആ ഫാമിലിയുടെ ഒരു വീഡിയോ പുറത്ത് വന്നപ്പോൾ ഇവർ ആ ഫാമിലിനെ കോൺടാക്ട് ചെയ്തു. കാരണം ഇവർ കൊടുത്ത കാശ് 3 ലക്ഷം രൂപ ഉണ്ടല്ലോ, ആ ഫാമിലി കോൺടാക്ട് ചെയ്തു. അപ്പോഴാണ് അറിയുന്നത് 3 ലക്ഷം രൂപ അവിടെ കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം. ഇവരുടെ മകൻ്റെ ട്രീറ്റ്മെന്റിന് പോയിട്ട് ബാക്കി എമൗണ്ട് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് കൊടുത്തൊരു കാര്യമാണ്. ഇവർക്ക് വേണമെങ്കിൽ കൊടുക്കാതിരിക്കാമായിരുന്നു. പക്ഷേ പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടി അവർ ചെയ്തു. ആ പൈസ അവിടെ എത്തിയിട്ടില്ല എന്ന് അറിഞ്ഞപ്പോഴാണ് ഇവർ ഷോക്കായത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? 4 ലക്ഷം രൂപ മതിയായിരുന്നു ഇവരുടെ മകൻ്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി. പക്ഷേ ട്രീറ്റ്മെന്റിലുള്ള കോംപ്ലിക്കേഷൻസ് കാരണം കൂടുതൽ എമൗണ്ട് വേണ്ടി വന്നു, 11 ലക്ഷം രൂപയോളം വേണ്ടി വന്നു. അപ്പോൾ ഇവരുടെ കയ്യിലുള്ളതാകെ 7 ലക്ഷം രൂപയാണ്. 10 ലക്ഷം രൂപയിൽ 3 പോയാൽ ബാക്കി 7 ഉണ്ട്. ബാക്കി 4 ലക്ഷം രൂപ ഇവർ ലോൺ എടുത്തു. 4 എന്നുള്ള 5 ലക്ഷം രൂപയായിട്ട് ഇവർ ലോൺ എടുത്തു. ആ ലോൺ എമൗണ്ട് ഇപ്പോഴും അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ അകത്തുള്ള രത്ന ചുരുക്കം എന്ന് പറയുന്നത്. അപ്പോൾ സുശാന്ത് കൊണ്ടുപോയ 3 ലക്ഷം രൂപയും ബൂസ്റ്റ് ചെയ്യാൻ വാങ്ങിച്ച 4 ലക്ഷം രൂപ, 7 ലക്ഷം രൂപയോളം സുശാന്ത് വാങ്ങിച്ചുകൊണ്ട് പോയി. ബൂസ്റ്റ് ചെയ്ത് 4 ലക്ഷം രൂപയുടെ ഒരു കണക്ക് സുശാന്ത് പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം. ആ ഒരു വീഡിയോ ആണ് സുശാന്ത് ചെയ്തേക്കുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തിയുള്ള ഉറപ്പൊന്നും ശരിയായിട്ടില്ല. പക്ഷെ അതിന്റെ മുന്നേ അങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം കഴിഞ്ഞ ദിവസം മുഷ്താഖ് കണ്ണൂർ എന്ന് പറയുന്ന ഒരാൾ എനിക്കെതിരെ ആരോപണം ഉന്നയിച്ചൊരു പോസ്റ്റ് ഇട്ടത് ശ്രദ്ധയിൽപ്പെട്ടു. 4 ലക്ഷത്തോളം രൂപ ഞാനൊരു പേഷ്യന്റിന് വീഡിയോ ചെയ്ത് ബൂസ്റ്റിന്റെ പേരിൽ മേടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് മുഴുവൻ നമ്മൾ കാണണം. അപ്പൊ ആദ്യം എന്താണ് ബൂസ്റ്റ് എന്നൊന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. എന്താണ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ്, ഈ ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് രോഗികൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ഫിദ ഫാത്തിമ എന്ന് പറയുന്ന ഒരു മോൾക്ക്, ക്യാൻസർ രോഗിയാണ് കുട്ടി, 40 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. മുഷ്താഖ് പറഞ്ഞ 4 ലക്ഷത്തിലേക്ക് വരാം. അതിന് മുന്നേ ഇത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ് എന്താണ് ഈ ബൂസ്റ്റ് ചെയ്താലുള്ള ബെനിഫിറ്റ് എന്നുള്ളത്. അപ്പോൾ ഞാനത് 75,000 രൂപയ്ക്ക് ഈ 3 ദിവസം കൊണ്ട് ആ വീഡിയോ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. 75,000 പ്ലസ് 18% GST കൂടെ ഉണ്ടാവും. GST ഉൾപ്പെടെ 88,500 രൂപയാണ് ഞാൻ ഈ ഒരു പേഷ്യന്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ആക്കിയിട്ടുള്ളത്, ബൂസ്റ്റ് ചെയ്തിട്ടുള്ളത്. 88,000 രൂപയ്ക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കൂടെ ഞാൻ ബൂസ്റ്റ് ചെയ്തപ്പോൾ 40 ലക്ഷത്തോളം ആൾക്കാരാണ് ഈ വീഡിയോ കണ്ടത്. ഇത് പ്രകാരം ഇന്നലെ രാത്രി വരെ അവർക്ക് 30 ലക്ഷം രൂപ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. 30 ലക്ഷം രൂപ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സ്പെൻഡ് ചെയ്തത് 88,000 രൂപ. അതിൽ 40 ലക്ഷം ആൾക്കാർ ബൂസ്റ്റ് ചെയ്തതിലൂടെ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ കണക്കുകൾ ഇനി മുസ്താഖിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഓർക്കണം. 88,000 രൂപ സ്പെൻഡ് ചെയ്തപ്പോൾ 40 ലക്ഷം ആൾക്കാരാണ് വീഡിയോ കണ്ടത്. ഈ കുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞപ്പോൾ 40 ലക്ഷം രൂപ അവർക്ക് വേണമെന്നാണ്. ഞാൻ വരും ബൂസ്റ്റിന്റെ പരിപാടി ഇന്നലത്തോട് കൂടി നിർത്തി, ഇന്നലെ രാത്രി നിർത്തി. അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ അവർക്ക് പൈസ വരാൻ പോകുന്നില്ല. ഈ ബൂസ്റ്റ് പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ എന്നെ ഫോളോ ചെയ്യാത്ത ആൾക്കാരിലേക്കൊക്കെ ഫേസ്ബുക്ക് മെറ്റ ഈ വീഡിയോ സ്പോൺസേർഡ് ആയിട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. പല രീതിയിലാണ് എത്തിക്കുന്നത്. ഇപ്പൊ ചില ആൾക്കാർ വല്ല വീഡിയോ കാണുന്നതിന്റെ ഇടയിൽ പരസ്യം വരുമാനില്ലേ, പല പരസ്യങ്ങൾ ആ കൂട്ടത്തിൽ ഇതൊരു പരസ്യമായിട്ട് എത്തും. പിന്നെ സ്പോൺസേർഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പല രീതിയിലാണ് എത്തുന്നത്. അപ്പൊ അതിനാണ് ഫേസ്ബുക്ക് ഈ പൈസ പിടിക്കുന്നത്. പിന്നെ ഇന്നലെ രാവിലെ തന്നെ കുട്ടിയുടെ ഉപ്പ വിളിച്ചിട്ട് പറഞ്ഞു ഒരു 4 ഇഞ്ചക്ഷൻ കൂടെ അഡീഷണൽ ആയിട്ട് കുട്ടിക്ക് ചെയ്യേണ്ടതുണ്ട്. 40 ലക്ഷത്തിന്റെ കൂടി 20 ലക്ഷം രൂപ ഏറെ വരും. മൊത്തം 60 ലക്ഷം രൂപയാണ് ഇനി ആ പേഷ്യന്റിന് വേണ്ടത് എന്നാണ് കോഴിക്കോട് ബിആർ ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ എന്താണെങ്കിലും 30 ലക്ഷത്തിൽ വെച്ചിട്ട് ഈ കേസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും 30 ലക്ഷം രൂപ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണം. അത് എന്നെ വിമർശിച്ച ആൾക്കാരും ഒക്കെ ഒന്ന് കണ്ടെത്തി കൊടുക്കണം കൂടെ അഭ്യർത്ഥിക്കണം. മുസ്താഖിനോടൊക്കെയാണ് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ ഈ കുട്ടിയുടെ അവസ്ഥ കണ്ട് ഡൽഹിയിൽ നിന്നാണ് നാട്ടിലേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത്. എനിക്ക് ഇവിടെ വന്നതിന് തന്നെ 10,000 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റിന് ചിലവായിട്ടുണ്ട്. ഞാൻ അവരുടെ വൈദ്യൊന്നും മേടിച്ചിട്ടില്ല. അവരെ വിളിച്ച് ചോദിച്ചാൽ അറിയാം. ഇപ്പോഴല്ല പ്രശ്നം വരിക. ഇത് 2-3 വർഷം കഴിഞ്ഞിട്ട് ഇവരിത് 10 ദിവസം ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ അക്കൗണ്ടിലേക്ക് ഒരു 3 ലക്ഷം രൂപയോളം അങ്ങോട്ട് ഉണ്ടാവും. എന്നിട്ട് ഇവർക്ക് വീണ്ടും പൈസയ്ക്ക് ആവശ്യം വന്നാൽ അതുപോലെ വിമർശകർക്ക് അയച്ചു കൊടുക്കും. സുഷാമിന് ഇത്ര രൂപ അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഒരു പണിയാണ് എനിക്ക് മറ്റവരെ സഹായിച്ചവരെ കിട്ടി. ഇനി ഞാൻ മുസ്താഖിന്റെ മേറ്ററിലേക്ക് വരാൻ മുസ്താഖ് പറഞ്ഞ 4 ലക്ഷം രൂപ ഞാൻ ഈ ഒരു പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് ബൂസ്റ്റ് ചെയ്യാൻ 1.5 വർഷം മുന്നേ മേടിച്ചു എന്നാണ് പറഞ്ഞത്. ഈ 4 ലക്ഷം രൂപ ബൂസ്റ്റ് ചെയ്തതിന് അവർക്ക് 14 ലക്ഷം രൂപയാണ് കിട്ടിയെന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവരുടെ കയ്യിൽ അവർ എനിക്ക് അയച്ചു തന്നത്, ഞാൻ ഇന്നലെ രാത്രി ഞാനത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കി, എനിക്ക് 3,60,000 രൂപയാണ് ഈ വീട്ടുകാർ എനിക്ക് അയച്ചു തന്നത്. ഈ 3,60,000 രൂപയിൽ ഞാൻ അവർക്ക് 50,000 രൂപ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്.
അത് അവരോട് തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ എന്റെ അക്കൗണ്ടിൽ 50,000 രൂപ വന്നതായിട്ട് അവർക്ക് കാണും. പ്ലസ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന്റെ ആവശ്യത്തിന് 2 തവണ അവരുടെ വീട്ടിലേക്കും 1 തവണ 2 തവണ അമൃത ആശുപത്രിയിലേക്ക് ഞാൻ ചെന്നിട്ടുണ്ട്. ഒരു വട്ടം മൈസൂരിനാണ് വന്നത്. നമുക്ക് ചിന്തിക്കാം, കാർ എടുത്തിട്ട് മൈസൂരിന് എറണാകുളം വരെ വരണമെങ്കിലുള്ള എക്സ്പെൻസ്. എന്നാണെങ്കിൽ 4 വട്ടം വന്നവരിലൂടെ എനിക്ക് 30,000 രൂപ ചെലവുണ്ടെന്ന് കൂട്ടിക്കോളും. അപ്പം 50 30 കുറച്ച് എത്രയായി? 2,70,000 ആണ് ആ റേഞ്ച് എത്തില്ലേ? ഇനി പോട്ടെ, 3 ലക്ഷം രൂപ തന്നെ അവിടെ ഉണ്ടെന്ന് എഴുതാം. ഈ 3 ലക്ഷം രൂപയ്ക്ക് ഞാൻ ബൂസ്റ്റ് ആക്കി. ഈ 3 ലക്ഷം രൂപയ്ക്ക് ഫേസ്ബുക്കിന് ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തുമെന്ന് നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിയുന്നവരോട് അന്വേഷിച്ചു നോക്കും. അവരെനിക്ക് തന്ന പൈസയ്ക്ക് ബൂസ്റ്റ് ചെയ്തതിന്റെ റീച്ച് എത്ര കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയാം. എന്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എന്റെ ഒറിജിനൽ അക്കൗണ്ടിൽ മാത്രം 1.5 കോടി ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ 10 മില്യണും ഫേസ്ബുക്കിൽ 5 മില്യണും. എന്റെ ക്രാഷ് ആയ 2 പേജുണ്ട്, എന്റെ സുഹൃത്തിന്റെ ഒരു അക്കൗണ്ട് വെച്ച് ചെയ്തിരുന്നത്. അവരും 50 ലക്ഷത്തോളം ആൾക്കാർ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസം കൊണ്ട് 88,000 രൂപ സ്പെൻഡ് ചെയ്ത് ഫിദ ഫാത്തിമയ്ക്ക് വേണ്ടി ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ 40 ലക്ഷം ആൾക്കാരാണ് കണ്ടത്. അത് കണ്ടു. 40 ലക്ഷം ആൾക്കാർ വീഡിയോ കണ്ടപ്പോൾ 30 ലക്ഷം രൂപ ഫിദ ഫാത്തിമയുടെ ഉപ്പയുടെ അക്കൗണ്ടിലേക്ക് 3 ദിവസം കൊണ്ട് എത്തിയിട്ടുണ്ട്. ഇനി ഇവരുടെ സുശാന്ത് പറഞ്ഞ പ്രകാരം 88,000 രൂപ മുടക്കിയപ്പോൾ 40 ലക്ഷം പേരാണ് വീഡിയോ കണ്ടത്. 30 ലക്ഷം രൂപ ഈ ഫിദ ഫാത്തിമ എന്ന് പറയുന്ന കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് വന്നു എന്ന് പറയുന്നു. ഇവിടെ നമ്മുടെ ഈ കേസിലെ കുട്ടിക്ക് വേണ്ടത് 4 ലക്ഷം രൂപയായിരുന്നു. 4 ലക്ഷം രൂപയ്ക്ക് എന്തിനാണ് സുശാന്ത് 3 ലക്ഷം രൂപയുടെ ബൂസ്റ്റിംഗ് നടത്തിയത്? സുശാന്തിന്റെ കണക്കാണ് ഞാൻ ഈ പറയുന്നത്. അവർ പറയുന്ന പ്രകാരം 4 ലക്ഷം രൂപയോളം സുശാന്തിന് കൊടുത്തതാണ്. അപ്പോൾ സുശാന്ത് പറഞ്ഞു 3,60,000 രൂപയാണ് സുശാന്തിന്റെ അക്കൗണ്ടിലേക്ക് അവർ കൊടുത്തത്. അതിൽ 50,000 രൂപ തിരിച്ചു കൊടുത്തു. പിന്നെ ഒരു കണക്ക് പറയുന്നു, യാത്രാ ചെലവ്, ഡൽഹിയിൽ നിന്ന് വന്നു പോയ ചിലവൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വിട്ടേക്ക്. പക്ഷേ എൻ്റെ ചോദ്യം, എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, 40 ലക്ഷം രൂപ വേണ്ട ഒരു പേഷ്യൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് വേണ്ടി 75,000 രൂപ പ്ലസ് GST 88,000 രൂപയാണ് സുശാന്ത് ബൂസ്റ്റിങ്ങിന് വേണ്ടി ചിലവാക്കിയത്. സുശാന്ത് ചിലവാക്കിയതല്ല, അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച്, ഈ വന്ന ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച് ചിലവാക്കിയതാണ് 3 ദിവസം കൊണ്ട്. ഓക്കെ, അവർക്ക് വേണ്ടത് 40 ലക്ഷം രൂപയാണ്. ആ എമൗണ്ടിൽ നിന്ന് 40 ലക്ഷം പേരാണ് ഈ സുശാന്തിന്റെ വീഡിയോ കണ്ടത്. 30 ലക്ഷം രൂപ ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നു. ഈ പറയുന്ന കുട്ടിയുടെ അച്ഛൻ്റെയോ അല്ലെങ്കിൽ അമ്മയുടെയോ അക്കൗണ്ടിലേക്ക് വന്നു. അപ്പോൾ 75,000 രൂപ അല്ലെങ്കിൽ 88,000 രൂപ മുടക്കിയപ്പോൾ 30 ലക്ഷം രൂപ വന്നെങ്കിൽ ഇവിടെ ഈ കുട്ടിക്ക് വേണ്ടത്, ഈ ശരൺ കൃഷ്ണ എന്ന് പറഞ്ഞ കുട്ടിക്ക് വേണ്ടത് 4 ലക്ഷം രൂപ മാത്രമാണ്. അതിനുവേണ്ടി എന്തിനാണ് 3 ലക്ഷം രൂപ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത്? എന്നെ ചിന്തിപ്പിച്ച വലിയൊരു ചോദ്യമാണത്. അപ്പോൾ ഇതിനകത്ത് കുറേയേറെ കള്ളങ്ങൾ സുശാന്ത് പറയുന്നില്ലേ? നിങ്ങൾ വീണ്ടും ആലോചിക്കുക. 40 ലക്ഷം വേണ്ട സ്ഥാനത്ത് 75,000 പ്ലസ് GST മുടക്കിയിട്ടേ ഉള്ളൂ ബൂസ്റ്റിങ്ങിന് വേണ്ടി. 30 ലക്ഷം രൂപ അവിടെ വന്നു കഴിഞ്ഞു. ഇവിടെ 4 ലക്ഷം രൂപ മതി, 40 വേണ്ട, 4 ലക്ഷം രൂപ മതി. അവിടെ 3 ലക്ഷം രൂപയാണ് ബൂസ്റ്റിങ്ങിന് വേണ്ടി ചിലവാക്കിയത്. വന്നത് 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 14 ലക്ഷം രൂപ. അതിനാണല്ലോ ഈ 4 ലക്ഷം രൂപ സുശാന്ത് കൊണ്ടുപോയത്. 360 സുശാന്ത് പറയുന്നു, അവരുടെ കണക്കിൽ 4 അടുപ്പിച്ചു അല്ലെങ്കിൽ 4 മേളെന്ന് പറയുന്നു. ഇത് വല്ലാത്തൊരു കണക്ക് തന്നെയാണ്. ബാക്കി കേൾക്കാം. മുഷ്താഖ് പറഞ്ഞ ഞാൻ ഈ മോഷ്ടിച്ചു എന്ന് പറയുന്ന കേസിൽ അവർ 3 ലക്ഷം രൂപയ്ക്ക് ബൂസ്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ 2 കോടി ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഇവിടെ 88,000-ന് 40 ലക്ഷം ആൾക്കാർ കണ്ടപ്പോൾ 3 ലക്ഷത്തിന് 2 കോടി ആൾക്കാർ കണ്ടിട്ടുണ്ട്. അവർ 11 ലക്ഷം രൂപയാണ് കിട്ടിയെന്ന് പറയുന്നത്. അതിന്റെ സ്റ്റേറ്റ്മെന്റ് എന്നെ കാണിച്ചിട്ടില്ല. 4 ലക്ഷം രൂപയാണ് അവരുടെ കുട്ടി. 2 കോടി ആൾക്കാർ കണ്ടു എന്ന് പറയുന്ന കാര്യത്തിൽ അവർക്ക് അത്രയേറെ രൂപ കിട്ടി എന്നുള്ളതിന് സുശാന്തിൻ്റെ തെളിവുണ്ടോ? 11 ലക്ഷം രൂപ അല്ലെങ്കിൽ 14 ലക്ഷം രൂപ എന്നുള്ള പറയുന്നതിൽ അവരുടെ തെളിവുണ്ടെന്ന് അവർ പറയുന്നു. പക്ഷേ അതിന് മേൽ എമൗണ്ട് അവർക്ക് കിട്ടി എന്നുള്ളത് കാണിക്കാൻ സുശാന്തിൻ്റെ തെളിവുണ്ടോ? ഒന്നും കാണിക്കുന്നില്ലല്ലോ, ഒന്നും ഞങ്ങൾ കണ്ടില്ല. സർജറിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഹോസ്പിറ്റലിൽ 4 ലക്ഷം രൂപ ആവശ്യമുള്ള പേഷ്യന്റിന് 11 ലക്ഷം രൂപ കിട്ടിയപ്പോൾ അതിൽ നിന്ന് അവരുടെ സമ്മതപ്രകാരം 3 പേഷ്യൻസിനായിട്ട് ആസ്റ്റർ ഹോസ്പിറ്റലിൽ കൊടുക്കാണ്ടായത്. ബില്ലടിച്ചതിന്റെ രേഖകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിന്റെ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഹോസ്പിറ്റലിലെ ബില്ല്, കമ്മിറ്റിക്കാരുടെ നമ്പർ, ഇത് എല്ലാം ഞാൻ മുഷ്താഖിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. മുഷ്താഖിനെ വിളിച്ച് സംസാരിച്ചു. അവനൊന്നും കാണേണ്ട ആവശ്യമില്ല. അവർക്ക് ഇതെടുത്തിട്ട് ജനങ്ങളിൽ എത്തിച്ച് നാറ്റിക്കാനാണ് ഉദ്ദേശം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, 4 ലക്ഷം രൂപയായിരുന്നു ഈ കുട്ടിയുടെ സർജറിക്ക് ആശുപത്രിയിൽ പറഞ്ഞിരുന്നത്. അത് ആശുപത്രി അധികൃതരുടെ അനാസ്ഥ മൂലം ആ കുട്ടിക്ക് സർജറിയിൽ എന്തോ ഇഷ്യൂ വന്നിട്ടാണ് ബില്ല് കൂടുതലായത്. ഇതും സംബന്ധിച്ച് ഞാൻ മറ്റൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഹോസ്പിറ്റൽ അധികൃതർ കണ്ടിട്ട് അവിടെ ഏറെ ചെലവായത് എത്രയാണോ രൂപ അത് തിരിച്ചു കൊടുക്കാമെന്ന് ഇവരെ അറിയിച്ചിട്ടുണ്ട്. നമുക്ക് മുഷ്താഖിനെ വേണമെങ്കിൽ ഇവരെ വിളിച്ച് ചോദിച്ചാൽ അറിയും. പിന്നെ ഒരു വിവാദത്തിലെ കാരണം ഞാൻ മനസ്സിലാക്കുന്ന ആരോ ഇവരെ വിളിച്ച് തിരികെ കയറ്റി വിട്ടതാണ്. ഈ 3 ലക്ഷം രൂപ സുശാന്ത് മേടിച്ചു എന്ന് പറഞ്ഞൊരു വിവാദമായി കഴിഞ്ഞാൽ പേടിച്ച് വരച്ച് ഈ പൈസയും കൊണ്ട് വീട്ടിൽ വന്ന് ഞാൻ സെറ്റിൽ ചെയ്യുന്നവർ കരുതിയിട്ടുണ്ട്. ഇത് പോസ്റ്റ് കണ്ട സുശാന്ത് എന്തായാലും സെറ്റിൽ ചെയ്യാൻ വരുന്നില്ല. നിങ്ങൾ വന്ന പൈസയ്ക്ക് ഞാൻ കൃത്യമായിട്ട് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബെനിഫിറ്റ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അത് പ്രകാരം നിങ്ങളുടെ കുട്ടിയുടെ സർജറി കഴിഞ്ഞു. നിങ്ങളുടെ വീടിന്റെ അടുത്ത് നിങ്ങൾ ചെറിയൊരു കടയും എടുത്തിട്ടുണ്ട്. അതുവഴിയാണ് ഇപ്പോൾ ജീവിച്ചു പോകുന്നത്. ഇതൊക്കെയാണ് സുശാന്ത് പറയുന്നത്. ഇനി നമുക്ക് ഈ കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് കേട്ടു നോക്കാം. എന്താണ് അമ്മയ്ക്ക് ഇപ്പോൾ പറയാനുള്ളത്? ആ കുട്ടിയുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? സുശാന്ത് പറഞ്ഞല്ലോ, കുട്ടിയുടെ സർജറി കഴിഞ്ഞു, പിന്നെ കിട്ടിയ പൈസ കൊണ്ടല്ലേ അവർ കടയെടുത്ത് അവർ ലോൺ എടുത്തതിന്റെ ബാക്കി അമൗണ്ട് വെച്ചിട്ടാണ് കട തുടങ്ങിയെന്നാണ് അവർ പറയുന്നത്. ഈ കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കൊന്ന് കേട്ടു നോക്കാം. അമ്മ പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിലവിൽ മുസ്താഖ് കണ്ണൂർ അവർ സംസാരിക്കുന്ന കുഞ്ഞിന്റെ അമ്മയാണ് ഞാൻ. അവരുടെ സംസാരത്തിൽ നിന്ന് ഞങ്ങളെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവന് ആർട്ടിന് അറകളില്ല. ഒറ്റയറയായിട്ട് 4 അറകളിൽ ഒറ്റയറയായിട്ട് ഒരു സൈഡിലേക്കായിട്ടാണ് ഇവൻ ജനിച്ചിട്ടുള്ളത്.
ചെയ്തിട്ടുള്ളത്. പിന്നെ ശുദ്ധരക്തക്കുഴൽ, അശുദ്ധരക്തക്കുഴൽ ഒന്ന് ചെറുതും ഒന്ന് വലുതുമാണ്. അപ്പൊ എന്റെ കുഞ്ഞിന് 5 സർജറിയോളം ഇതുവരെ കഴിഞ്ഞു. ഏകദേശം 5 സർജറിയോളം കഴിഞ്ഞു. ഞങ്ങൾ ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ബൂസ്റ്റ് ചെയ്യാനുള്ളതും വേറൊരു കുട്ടിക്ക് എന്ന് പറഞ്ഞിട്ട് അവർ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി 7 ലക്ഷം രൂപ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ഞാൻ എന്റെ സ്വന്തം സമ്മതപ്രകാരമാണ് അവർക്കത് കൊടുത്തിട്ടുള്ളത്. കാരണം എനിക്ക് 7 ലക്ഷം രൂപന്റെ ആവശ്യമുള്ളൂ, അത് മാത്രം മതിയല്ലോ എന്ന് കരുതി. പിന്നീടാണ് ഹോസ്പിറ്റലിലെ സിസ്റ്റർമാരൊക്കെ അവരുടെ ഒരു അനാസ്ഥ മൂലമാണ് എന്റെ കുഞ്ഞിന് വീണ്ടും സർജറി ചെയ്യേണ്ടി വന്നത്. അങ്ങനെ സർജറി വീണ്ടും ചെയ്യേണ്ടി വന്നപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ആകെ 7 ലക്ഷം രൂപ ഉണ്ടായിരുന്നുള്ളൂ. ആ 7 ലക്ഷം രൂപ 11 ലക്ഷം രൂപയോളമായി. ഞങ്ങളത് ബാക്കി ലോൺ 5 ലക്ഷം രൂപ ഫെഡറൽ ബാങ്കിൽ നിന്ന് 5 ലക്ഷം രൂപയോളം ലോൺ എടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ബാക്കി എമൗണ്ട് ഞങ്ങൾ അങ്ങനെയാണ് അടച്ചത്. പക്ഷേ അങ്ങനെ ഒരു പ്രതിസന്ധി ഞങ്ങൾ ഏകദേശം 10-15 ലക്ഷം രൂപയോളം വന്നിട്ടും വീണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ചോദിക്കേണ്ടി വരുന്ന ഒരു നിർഭാഗ്യവശായ ഒരു അമ്മയാണ് ഞാൻ. കാരണം നമ്മുടെ കയ്യിൽ ഏകദേശം 15 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇങ്ങനെ ഒരു വേറൊരു കുട്ടിക്കാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞങ്ങൾ അതിന്റെ സ്വന്തം സമ്മതപ്രകാരമാണ് ഞാൻ അവന് കൊടുത്തിട്ടുള്ളത് അവർക്ക്, ആ കുട്ടിക്ക്. പക്ഷേ അവർക്കത് ഉപകരിച്ചിട്ടില്ല എന്ന് അറിഞ്ഞപ്പോഴുണ്ടായ ഒരു ഷോക്ക് എന്നാണ് ഈ മുസ്താഖ് അവർ ഇപ്പോൾ എൻ്റെ ഒരു സഹോദരനായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അവരായിട്ട് ഞാൻ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യുക ചെയ്തത്. കാരണം ഇങ്ങനെ ഒരു ചാരിറ്റി തട്ടിപ്പ് ഒരിക്കലും ബൂസ്റ്റ് ചെയ്യാൻ അത്ര ഒരു എമൗണ്ട് വരില്ല എന്നുള്ളത് ഒരു മാസത്തോളം ഞാൻ വിശദീകരിച്ചതിന് ശേഷമാണ് ഓരോ ആളുകൾക്ക് സംശയം ചോദിച്ചിട്ടാണ് അവസാനം ഞാൻ നിഗമനത്തിലെത്തി. കാരണം ഇത്രയൊരു എമൗണ്ട് ആവില്ല എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ഇവർക്ക് അങ്ങോട്ട് വിളിച്ച് സംസാരിക്കുകയാണ് ചെയ്തത്. മുസ്താഖ് കണ്ണൂരിനെ ഞാൻ അങ്ങോട്ട് വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നതും ഈ വിഷയത്തിലോട്ട് എത്തുന്നതും. അപ്പൊ എന്റെ മോന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് അവന് ചെറുപ്പം മുതൽ മരുന്ന് കഴിക്കുകയാണ്. ജനിച്ച ഉടനെ 21ാമത്തെ ദിവസം മുതൽ 21ാമത്തെ ദിവസം അവന് സർജറി കഴിഞ്ഞു. ആ സർജറിക്ക് ശേഷം അവന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്പം മുതലേ മരുന്ന് കഴിക്കുക കാരണം എന്റെ കുഞ്ഞിന്റെ പല്ലൊക്കെ ദ്രവിച്ചു പോയില്ല. ഏകദേശം 7 പല്ലോളം എടുത്ത് മാറ്റണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്ക് പനി വരെ കാരണം നമ്മൾ ഇവിടെ കാണിക്കുമ്പോൾ ഡോക്ടർ പറയും ഈ പല്ലിന്റെ ഭാഗത്തുനിന്ന് ഇൻഫെക്ഷൻ നല്ലോണം ആർട്ടിന്റെ സർജറി ചെയ്ത ഭാഗത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒന്നുകിൽ ആർട്ടിന്റെ സർജറി ചെയ്യണം, അല്ലെങ്കിൽ ഈ പല്ലെടുത്ത് ഒഴിവാക്കണം എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ സുശാന്ത് നിലമ്പൂരിനായിട്ട് വീണ്ടും കോൺടാക്ട് ചെയ്യുന്നത്. അവന് കാരണമാണ് ഇപ്പോൾ ഇത് ഇത്രയും നീണ്ടു പോയതും. അപ്പോൾ ആർട്ടിന്റെ സർജറി അമൃത ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ചെയ്തത്. ഇവന് 7 പല്ലോളം പറിക്കുന്ന സമയത്ത് ഇത്രയും എമൗണ്ട് വേണ്ടി വരും എന്നുള്ളത് എന്റെ എല്ലാവർക്കും ആയിട്ടുള്ള ഒരു സംശയമാണ്. കാരണം നിങ്ങൾ എല്ലാവരും എന്നെ പോലെ തന്നെയാണ്, എല്ലാവരും പാവപ്പെട്ടവരാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഈ ഒരു 45,000 രൂപയോളം ആകുമോ എന്നുള്ളത്. പല്ല് പറിക്കാൻ വേണ്ടി മാത്രമാണ് 45,000 രൂപയോളം ആവുന്നത്. അപ്പോൾ അവന് മയക്കിയിട്ട് വേണം ചെയ്യാൻ. 7 പല്ല് ഒരുമിച്ച് പറിക്കുമ്പോൾ അവന് മയക്കിയിട്ട് വേണം ചെയ്യാൻ. സർജറി ചെയ്ത അതേ കാർഡിയോളജി ഭാഗത്തിൽ കൂടെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 24 മണിക്കൂർ കുഞ്ഞിനെ ഐസിയുയിൽ കിടത്തേണ്ടി വരും. പല്ല് പറിക്കാൻ വേണ്ടി മാത്രമാണ് 45,000 രൂപ. നമ്മൾ അവൻ സ്ഥിരമായിട്ട് കഴിക്കുന്ന മരുന്ന് ഒഴിവാക്കിയിട്ട് വേണം നമുക്ക് സർജറി ചെയ്യാൻ. അവന് രക്തം കട്ടാവുന്ന ആ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അപ്പോൾ രക്തം കട്ടാവുന്ന ആ ഒരു പ്രശ്നം കൂടെ കാരണമാണ് കാർഡിയോളജി ഭാഗത്ത് കൂടെ നമ്മൾ സർജറി ചെയ്യുന്നത്. നോർമലായിട്ടുള്ള ഒരു പല്ല് ഡോക്ടറെ കാണിച്ച് ഹോസ്പിറ്റലിൽ കാണിക്കാം, അവിടുന്ന് പല്ലെടുക്കാം. പക്ഷേ ഇവന്റെ കണ്ടീഷൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ വീണ്ടും നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് പോകുന്നത്. ഏകദേശം 2 ലക്ഷം രൂപ ആവും. പല്ലിന് മാത്രം 45,000 രൂപയും കാർഡിയോളജി ഭാഗത്ത് കൂടെ ആയതുകൊണ്ടാണ് ബാക്കി എമൗണ്ടും കൂടെ വരുന്നത്. അത് നമ്മളൊരു സാധാരണക്കാരെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏകദേശം അത് വിശ്വസിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വീണ്ടും വന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സഹായം അഭ്യർത്ഥിച്ച് വീണ്ടും നിങ്ങളെ മുന്നിലോട്ട് വരുന്നത്. ഇതാണ് ഈ കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. നിങ്ങൾ ആലോചിക്കുക, സർജറി 5ാമത്തെ സർജറിക്ക് ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ. അപ്പോൾ ഇതിനും അവർക്ക് വേറെ നിവർത്തിയില്ല, കാശ് ചോദിച്ചാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. സുശാന്ത് ചെയ്തേക്കുന്നത് എന്താണെന്ന് നിങ്ങൾ വിലയിരുത്തുക. ഞാൻ അതിനകത്തൊന്നും പറയുന്നില്ല. ഫേസ്ബുക്കിൽ വീഡിയോ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി 4 ലക്ഷം രൂപ വേണ്ട സ്ഥാനത്ത് 14 ലക്ഷം രൂപ അവർക്ക് കിട്ടി. അതിൽ നിന്ന് 4 ലക്ഷം രൂപയോളം സുശാന്ത് കൊണ്ടുപോയി. സുശാന്തിന്റെ കണക്ക് പ്രകാരം 50,000 രൂപ തിരിച്ചു കൊടുത്തെന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ തെളിവൊന്നും സുശാന്ത് കാണിക്കുന്നില്ല. അതുകൂടാതെ 10 ലക്ഷം രൂപയിൽ നിന്ന് 3 ലക്ഷം രൂപ വേറൊരു പേഷ്യൻ്റ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയി ചെക്ക് കൊടുത്തെന്ന് പറഞ്ഞ് ഫോട്ടോ കാണിക്കുന്നു. പക്ഷേ ആ എമൗണ്ട് അവിടെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അതിനും സുശാന്തിന്റെ കയ്യിൽ വ്യക്തമായിട്ട് ഒന്നും സുശാന്ത് സംസാരിക്കുന്നില്ല. ഈ ഫിദ ഫാത്തിമയുടെ കാര്യം വെച്ചിട്ട് സുശാന്ത് ഈ ഒരു കാര്യത്തെ അങ്ങ് മറച്ചു. അവിടെ ഇത്ര രൂപ മുടക്കിയപ്പോൾ ഇത്ര പേര് കണ്ടു, ഇവിടെ എത്ര രൂപ മുടക്കിയപ്പോൾ ഇത്ര പേര് കണ്ടു, അപ്പോൾ അത്രയും എമൗണ്ട് അവർക്ക് വന്നു എന്നൊക്കെ പറഞ്ഞാണ് സുശാന്ത് സംസാരിക്കുന്നത്. അതിനകത്തൊരു വ്യക്തതയില്ല. സോ ഇനി നിങ്ങൾ തീരുമാനിക്കുക, ഇത്തരം ചാരിറ്റി പ്രവർത്തകരെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യണോ, അതോ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോകൾക്ക് കാശ് കൊടുക്കണമെന്നൊന്നും ഞാൻ അഭിപ്രായപ്പെട്ടില്ല. കാശ് കൊടുക്കാം, പക്ഷേ നമുക്ക് പൂർണ്ണ ബോധ്യമാണെങ്കിൽ മാത്രം. കാരണം നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശാണ്. പ്രവാസികളുടെ കാര്യമാണ് ഞാൻ എടുത്തു പറയുന്നത്. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശാണ്. അത് നിങ്ങളുടെ കുട്ടികൾ കഴിക്കേണ്ട കാശാണ്, അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കേണ്ട കാശാണ്. അതിങ്ങനെയുള്ള ഫ്രോഡുകൾ ചെയ്യുന്ന വീഡിയോകൾ കണ്ടിട്ട് അവിടെ സഹതാപം തോന്നിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വിഹിതം ഇവർ തന്നെ കൊണ്ടുപോകും. നേരത്തെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് നേരിട്ട് അറിയുന്നൊരു കാര്യമാണ്. ആ ഫാമിലി അവർക്ക് വേണ്ട കാശിന് വേണ്ടി ഒരു ചാനൽ വീഡിയോ ചെയ്തു. ആ ചാനലിൽ വീഡിയോ ചെയ്തവൻ പോയി വാങ്ങിച്ച് 20,000 രൂപയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് നടക്കുന്നത്. സോ ഇത് നിങ്ങൾ തീരുമാനിക്കുക, ഇത്ര കാര്യം പ്രൊമോട്ട് ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യം. ചാരിറ്റി ചെയ്യാം, നമുക്ക് ആളുകളെ സഹായിക്കാം, അതിനൊരു മീഡിയേറ്ററിൻ്റെ ആവശ്യമില്ല. നമുക്ക് അറിയുന്നവർക്ക് വേണ്ടി, നമുക്ക് അറിയുന്ന ആൾക്കാർക്ക് വേണ്ടി നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ സഹായം ചെയ്യാം. അപ്പോൾ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഈ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും കൂടുതൽ ആളുകൾക്ക് ഈ വീഡിയോ എത്തിക്കാൻ പറ്റുവാണെങ്കിൽ വലിയ സന്തോഷമായിരിക്കും. ഒരുപാട് പേര് ഈ തട്ടിപ്പിൻ്റെ കഥ അറിയണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിറോസ് കുന്നുംപറമ്പിൽ ഇപ്പോൾ വലിയൊരു ബംഗ്ലാവ് അല്ലെങ്കിൽ ഇന്നോവ കാറിലൊക്കെ നടക്കുന്നത് എങ്ങനെയാണ്. ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്ന ഫിറോസ് കുന്നുംപറമ്പിൽ, ആളുടെ ജോലി ഓട്ടോ ഡ്രൈവിംഗ് ആയിരുന്നാണ് എൻ്റെ ഒരു അറിവ്. അങ്ങനെ ആയിരുന്ന ഒരു വ്യക്തി ഇന്നിങ്ങനെ എത്തിയെങ്കിൽ അതിൻ്റെ പുറകിൽ എന്താണ്? ഒരുതരം മാഫിയ തന്നെയാണിത്. സുശാന്തും ഒരു സമയത്ത് ഓട്ടോ ഡ്രൈവർ ആയിരുന്നു, പിന്നെ എണ്ണയുടെ എന്തോ കച്ചവടം തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ആ സമയത്തും ഈ പറയുന്ന പോലെ വീഡിയോകൾ ചെയ്യുമായിരുന്നു. ഇതിൻ്റെ പുറകിൽ ഇവർക്കൊന്നും ഒരു ലാഭമില്ലാതെ ഇവരിങ്ങനെ അഹോരാത്രം പണിയെടുക്കുമോ?
എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കുക, ഇത്തരക്കാരെ വളർത്തണോ അതോ തളർത്തണോ എന്നുള്ളത്. എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാം. എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിമർശിക്കാം, ഒരു പ്രശ്നമില്ല. അതോടൊപ്പം തന്നെ കൂടുതൽ ആളുകൾക്ക് ഈ വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.